നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡ്രാമകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഡ്രാമകൾ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് ഓടിയെത്തുന്ന ഡ്രാമകൾ ഏതാണ്? അപ്പൊ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ, ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഡ്രാമകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ എല്ലാ ഡ്രാമയിലും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഡ്രാമകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ ഡ്രാമകളിലെല്ലാം ഫ്രണ്ട്ഷിപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് 2018 റിലീസ് ആയിട്ടുള്ള വെൽക്കം ടു വൈക്കിക്കി. ഇത് നല്ലൊരു കോമഡി ഡ്രാമയാണ് കേട്ടോ. സ്റ്റോറി എന്താന്ന് വെച്ചാൽ 3 ഫ്രണ്ട്സ്, അതായത് അവരുടെ ആ ഒരു 3 പേരുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു ഫിലിം മേക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിലൂടെ വൈക്കിക്കി എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസ് അവർ റൺ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സോ ഇത് നല്ലൊരു കോമഡി രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. മെയിൻ ആയിട്ട് ഈ 3 ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫോ കോമഡിയുടെ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രാമയിൽ ടോട്ടലി പറയുന്നത് കേട്ടോ. പെട്ടെന്ന് എന്റെ മൈൻഡിലോട്ട് ഫ്രണ്ട്ഷിപ്പ് ഡ്രാമ എന്ന് പറയുമ്പോൾ ഓടിയെത്തുന്നത് വെൽക്കം ടു വൈക്കിക്കി ആണ്. കാരണം ആ ഒരു ഡ്രാമ കാണുമ്പോൾ നമുക്ക് നല്ലൊരു മൈൻഡ് ഫ്രീ ആവും കേട്ടോ. കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോവാണെങ്കിൽ നമുക്ക് ടോപ്പിക് ഒന്നും വേണ്ട അല്ലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ചെന്നാൽ തന്നെ അവരുടെ ഒരു പ്രസൻസ് മതി നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാനും അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാനും അല്ലേ. അപ്പൊ അതേപോലെ ഒരു ഡ്രാമയാണ് വെൽക്കം ടു വൈക്കിക്കി. അവരുടെ ആ ഒരു ലൈഫ് ജേർണിയിൽ അവര് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും അവര് പരസ്പരം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഡ്രാമ കാണാനായിട്ട് ഭയങ്കര രസമാണ്. മെയിൻ ആയിട്ട് ഈ 3 ഫ്രണ്ട്സിന്റെ ബോണ്ടിങ്ങും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഡ്രാമ 2 സീസൺസ് ഉണ്ട്. അപ്പോ ഇതില് ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺസിലും കാസ്റ്റുകൾ രണ്ടാമത്തെ സീസണിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഒരേ വൈബാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഫസ്റ്റ് സീസണിൽ 20 എപ്പിസോഡ്സും സെക്കൻഡ് സീസണിൽ 16 എപ്പിസോഡ്സും ആണ് കേട്ടോ. ഇത്രയും എപ്പിസോഡ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കൊന്നും വേണ്ട. എന്തായാലും ഓരോ എപ്പിസോഡ്സും നമുക്ക് ഫണ്ണായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള ഹെല്ലോ മൈ 20s അഥവാ ഏജ് ഓഫ് യൂത്ത് കേട്ടോ. അപ്പൊ ഇത് യൂത്തന്മാരായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിന്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. മെയിൻ ആയിട്ട് കോളേജ് സ്റ്റുഡൻസിന്റെ സ്റ്റോറിയാണ് കേട്ടോ. ഇപ്പൊ അതായത് നമ്മളിപ്പോ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒന്നിച്ചായിരിക്കുമല്ലോ ഹോസ്റ്റലൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒന്നിച്ച് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫ്രണ്ട്സ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വരുന്നവരും അതേപോലെ തന്നെ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസും അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾസ് ഉള്ള കുട്ടികളായിരിക്കും അല്ലെ. അപ്പൊ അവരായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും മിങ്കിൾ ആവുന്നത്? നമുക്കൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യാണല്ലേ. കാരണം ആ ഒരു ബോണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാകുന്ന ബോണ്ടിങ് ആണ്. അപ്പോ ഇതിലെന്താന്ന് വെച്ചാൽ സ്റ്റോറി ഈ ഡ്രാമയില് ഒരു 5 കോളേജ് സ്റ്റുഡൻസിന്റെ ഡ്രാമയാണ് പറയുന്നത്. അവരൊരു ഹോസ്റ്റലിൽ വന്ന് താമസിക്കുകയാണ് കേട്ടോ. അപ്പൊ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും അവരുടെ ഓരോ പേഴ്സണൽ ലൈഫ്സും അതേപോലെ തന്നെ അവരുടെ ഓരോ ലൈഫ് ജേർണി ഒക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം ഇവര് നല്ല സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും അല്ലെ. പിന്നീട് അവരെങ്ങനെ ആയിരിക്കും ക്ലോസ് ആവുന്നത് എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. നല്ല കോമഡിയാണ് ഈ ഡ്രാമ കേട്ടോ. കാരണം ഗേൾസ് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ഡ്രാമ കൂടുതലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അവരെങ്ങനെയാണ് വൈബ് അടിക്കുന്നത് അല്ലെങ്കിൽ അവരെ കോൺവെർസേഷൻസ് ഒക്കെ എങ്ങനെയാണ്, അവരുടെ ആ ഒരു ലൈഫ് എങ്ങനെയാണ് എന്നെല്ലാം ഇത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രാമയിലെ 2 സീസൺസ് ആണുള്ളത്. ഫസ്റ്റ് സീസണിലാണെങ്കിൽ 12 എപ്പിസോഡ്സും സെക്കൻഡ് സീസണിലാണെങ്കിൽ 14 എപ്പിസോഡ്സും ആണ് ഇതിൽ ടോട്ടലി ഉള്ളത്. ഇതും ഞാൻ പറഞ്ഞ പോലെ ഓരോ എപ്പിസോഡ്സും ഫണ്ണായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമായി. വെൽക്കം ടു വൈക്കിക്കിയിൽ ഉണ്ടല്ലോ ബോയ്സ് ഹോസ്റ്റൽ ആണെങ്കിൽ ഇവിടെ എന്താന്ന് വെച്ചാൽ ഗേൾസ് ഹോസ്റ്റലാണ് കേട്ടോ. അപ്പൊ രണ്ടായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ. അപ്പൊ ഇത് 2 മറക്കാണ്ട് നിങ്ങൾ കാണണേ.
മൂന്നാമത്തെ ഡ്രാമയാണ് 2023 റിലീസ് ആയിട്ടുള്ള ട്വിങ്കിൾ ഇൻ വാട്ടർമെലൺ. ഇത് നല്ലൊരു ടൈം ട്രാവലർ ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത് ഫോളോ ചെയ്യുന്നത്. ഇത് ആ ഒരു ടൈമിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡ്രാമയും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ ട്വിങ്കിൾ ഇൻ വാട്ടർമെലൺ. ഇത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ഇതിൽ പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ അവന്റെ അച്ഛന്റെ പഴയ കാലഘട്ടത്തേക്ക്, അച്ഛൻ സ്കൂൾ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇവൻ ടൈം ട്രാവൽ ചെയ്യാണ് കേട്ടോ. ശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മാറ്റമായിരിക്കും കൊണ്ടുവരുന്നത്? ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിൽ നമ്മുടെ കഥയിലെ നായകനുണ്ടല്ലോ, അവന്റെ അച്ഛന്റെ ഫ്യൂച്ചർ അവൻ ചേഞ്ച് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അതാണ് ഈ ഒരു ഡ്രാമയിൽ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഡ്രാമയാണ്. ഇവരുണ്ടല്ലോ അച്ഛന്റെ ഫ്രണ്ട്സുകളായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആവുകയും പിന്നീട് അച്ഛന്റെ ലൈഫ് ചേഞ്ച് ആവുകയും പിന്നീട് അവന്റെ ആ ഒരു പ്രണയം അവൻ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ട്വിങ്കിൾ ഇൻ വാട്ടർമെലൺ. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. നമുക്ക് ആരോട് ചോദിച്ചാലും ഈ ഒരു ഡ്രാമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഡ്രാമയാണ് ട്വിങ്കിൾ ഇൻ വാട്ടർമെലൺ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഇവരുടെ ആ ഒരു ബോണ്ടിങ് ഒക്കെ കാണാനാണ് ഇതിൽ ഭയങ്കര രസം. നല്ലൊരു കംഫോർട്ടിങ് ഡ്രാമയാണ് ട്വിങ്കിൾ ഇൻ വാട്ടർമെലൺ. ഇനി ഫോർത്ത് ഡ്രാമയാണ് 2020 റിലീസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ പ്ലേലിസ്റ്റ്. ഇത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡ്രാമയാണ് കേട്ടോ. മെയിൻ ആയിട്ട് മെഡിക്കൽ ഡ്രാമയാണ്. അതായത് ഒരു 5 ഫ്രണ്ട്സിന്റെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ചെറുപ്പം മുതൽ ഇപ്പൊ ഈ ഡോക്ടേഴ്സ് ആവുന്നത് വരെ അവർ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അതായത് ഒന്നിച്ച് പഠിക്കുകയും ചെയ്യുക, അതേപോലെ തന്നെ ഒന്നിച്ച് ഒരേ പാഷനും ഒരേ കരിയറും ആണ് ഇവർക്ക് കേട്ടോ. കരിയർ എന്ന് വെച്ചാൽ ഈ 5 പേരും മെഡിക്കൽ സർജൻസ് ആണ്. അപ്പൊ ഒന്നിച്ചൊരു ഹോസ്പിറ്റലിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ പോലും അവർ അവരുടെ ഒരു പാഷൻ അവർ വിട്ടിട്ടില്ല കേട്ടോ. കാരണം അവരുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു മ്യൂസിക് ബാൻഡ് ഒക്കെ ഉണ്ട്. സ്കൂൾ കാലഘട്ടത്തിലുള്ള ആ ഒരു മ്യൂസിക് ബാൻഡ് അവരെ ഇപ്പോഴും അവരത് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ ഞാനൊക്കെ ആലോചിച്ചു, ചെറുപ്പത്തിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇതുവരെയൊക്കെ നിലനിർത്താന്ന് പറയുകയാണെങ്കിൽ അത് എന്തോരം വാല്യൂബിൾ ആയിരിക്കും അല്ലെ അവരുടെ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ 5 പേരാണുള്ളത്. അപ്പൊ ഓരോരുത്തരുടെ പേരെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഓരോരുത്തരെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2521. 2022 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് 2521. ഇതിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഥയിലെ നായിക ഉണ്ടല്ലോ ഒരു ഫെൻസർ ഗേൾ ആണ് കേട്ടോ. കാരണം അതൊരു സ്പോർട്സ് ആണ്. അതാണ് അവളുടെ ഡ്രീം എന്ന് പറയുന്നത് കേട്ടോ. സോ അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവൾക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സോ ഈ ഫ്രണ്ട്സ് കാരണം അവളുടെ ആ ഒരു ടീനേജ് കാലഘട്ടം എന്തോരം ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നതാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അതായത് 1990 കാലഘട്ടം മുതൽ നമ്മുടെ ഈ 2024 കാലഘട്ടം വരെയുള്ള സ്റ്റോറീസ് ആണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാലഘട്ടം വരെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഈ ഡ്രാമയിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റൊമാൻസിൽ ഉപരി നമ്മുടെ ഒരു കരിയർ ആണ് ഇമ്പോർട്ടന്റ് എന്നാണ് ഈ ഡ്രാമയിൽ നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന ആ ഒരു ഫ്രണ്ട്സിന്റെ വാല്യൂ ഒക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇമോഷൻസും ഇത് നന്നായിട്ട് തന്നെ കൺവേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്റ്റോറി ലൈൻ ആണ് ഈ ഒരു ഡ്രാമ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇവരുടെയൊക്കെ ആക്ടിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഈ ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും, ഷോ ഇങ്ങനത്തെയൊക്കെ ഒരു ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിനെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാരക്ടേഴ്സിനെ ആയിരിക്കും ഓർമ്മ വരുന്നുണ്ടായിരിക്കുക? ഇതിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ മാച്ച് ആവുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾ ലക്കിയാണ് കേട്ടോ. എന്നാൽ നിങ്ങളുടെ ഈ ഒരു കാലഘട്ടം എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ എന്റെ ഈ ഒരു ബെസ്റ്റ് 5 ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഡ്രാമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.